അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഖറജ്നി മുഖറജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരിലുള്ള വിഭാഗമാണ് മുഹ്സിനുകൾ. ഇഹ്സാനോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് മുഹ്സിനുകൾ എന്ന് പറയുന്നത്. മുഹ്സിനുകൾക്ക് സ്വർഗം അള്ളാഹു ഉറപ്പായിട്ടും നൽകുന്നതാണ്. ഒരാൾ മുഹ്സിനായിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. മുഹ്സിന് ഉണ്ടായിരിക്കുന്ന ക്വാളിറ്റിയെക്കുറിച്ച് അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. വ അൻഫിഖു ഫീ സബീലില്ലാഹ് വലാ തുൽഖു ബി ഐദീകും ഇലത്തഹ്ലുഖതി വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക. പിശുക്കും ഉദാസീനയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. നമ്മളുടെ അടുത്തുള്ളതൊക്കെ അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളൊക്കെ സഹിച്ചു കൊണ്ടാണ് നമ്മളുടെ അടുത്തുള്ളതൊക്കെ നേടിയെടുത്തതെന്ന് നമ്മൾക്ക് തോന്നും. അങ്ങനെയെങ്കിൽ അള്ളാഹു ഇപ്രകാരം പറയുമായിരുന്നില്ല. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. നീ നന്മ ചെയ്യുക, അള്ളാഹു നിന്നോട് നന്മ ചെയ്തതുപോലെ. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് നമ്മൾ നൽകുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. മാനസിക വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആത്മസംതൃപ്തിയും സന്തോഷവും ഉറപ്പായി നമുക്ക് കിട്ടുന്നു. ദാനം ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലുള്ളത് തൃപ്തിയും സന്തോഷവുമായിരിക്കും. മറ്റൊന്ന്, നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ഇത് രണ്ടും ഇല്ലാതാവുന്നു. സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മറ്റൊരു കാര്യം, സൈക്കോളജിക്കൽ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ ഒരുതരം കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുക. അത് നമ്മളെ സന്തോഷത്തിലേക്കും ആത്മസംതൃപ്തിയിലേക്കും നയിക്കുന്നു എന്നുമാണ് സൈക്കോളജി പറയുന്നത്. നമ്മുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്ലാനിങ്ങും സിസ്റ്റവുമാണ് ഇതൊക്കെ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും പെർഫെക്റ്റായിക്കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു ഹാപ്പി ആവണമെന്ന്. എങ്ങനെ ഹാപ്പി ആവാൻ പറ്റുമെന്ന് സിമ്പിളായിട്ട് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിച്ചാൽ തീർച്ചയായും അതിന് അതിൻ്റെ ഇരട്ടിയും പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകുന്നു. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന സൂറത്ത് തലാഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുകയും ചെയ്തിട്ടുണ്ട്. ലിയുൻഫിഖു ദൂ സഅത്തിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു വൽയുൻഫിഖു മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ സയജ്അലുല്ലാഹു ബഅദ ഉസ്രി യുസ്റ. കഴിവുള്ളവൻ തൻ്റെ കഴിവിൽ നിന്ന് ചെലവിന് കൊടുക്കട്ടെ. വല്ലവനും തൻ്റെ ഉപജീവനം ഇടുങ്ങിയതായാൽ അള്ളാഹു അവന് കൊടുത്തതിൽ നിന്നും അവൻ ചിലവിന് കൊടുക്കട്ടെ. ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്തതല്ലാതെ നൽകാൻ നിർബന്ധിക്കുകയില്ല. അള്ളാഹു ഞെരുക്കത്തിന് ശേഷം എളുപ്പം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവേ, നിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകി നിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.